ഹലോ, വെൽക്കം ബാക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൽഹി സെറ്റ് 1 2025 തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഇഫ് nth ടേം ഓഫ് ആൻ എ ബി ഈസ് 5n - 6 ദെൻ ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ഫെമിലിയർ ആവാം. ക്വസ്റ്റ്യനിൽ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഇതാണ് ചാപ്റ്റർ നമ്പർ 5 അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ nth ടേം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 5n - 6 എന്ന്. nth ടേം ഓഫ് എ പി 5n - 6 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്തെഴുതി ആദ്യം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ എന്നിന് അടുത്തടുത്തുള്ള 2 വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ 1 2. എന്നിന് ആദ്യം 1 എന്നിട്ട് കൊടുത്ത് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ എന്നിന് 2 എന്നിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ 2 വാല്യൂ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. nth ടേം നമ്മൾ എടുത്തെഴുതി 5n - 6. ഇനി 2 ടേം കണ്ടുപിടിച്ചു. അടുത്തടുത്തുള്ള 2 വാല്യൂ ഇട്ട് കൊടുത്തിട്ട് 2 ടേം കണ്ടുപിടിച്ചു. അതായത് ഇവിടെ n = 1 എന്നിട്ട് കൊടുത്തു. ഇവിടെ 5n - 6 ആണല്ലോ. അപ്പോൾ n 1 എന്നിട്ട് കൊടുത്തു. n = 1 ആകുമ്പോൾ a1 എന്ന് പറയുന്നത് 5 × n പകരം 1 - 6. 5 × 1 5 - 6. 5 - 6 -1. 5ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. വലുത് എന്ന് പറഞ്ഞാൽ -6നാണ്, അടുത്താണ് മൈനസ്. അപ്പോൾ വലുതിനാണ്, അല്ലെങ്കിൽ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ സൈൻ ഇട്ടു. അല്ലെങ്കിൽ ചെറുതിൽ നിന്നാണ് വലുത് കുറച്ചിരിക്കുന്നത്, അതുകൊണ്ട് മൈനസ് ഇട്ടു. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ദെൻ അങ്ങനെ a1 എന്ന് പറയുന്ന ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇനി n = 2 ഇട്ട് കൊടുത്തു. അപ്പോൾ a2 കണ്ടുപിടിച്ചു. 5 × 5n - 6 ആണ്. അപ്പോൾ 5 × 2 - 6. 5 × 2 10 - 6 4. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് വരുമ്പോൾ ഇതിൽ നിന്നും ഒന്നാമത് കണ്ടുപിടിച്ചത് രണ്ടാമത് കണ്ടുപിടിച്ചത് മൈനസ് ചെയ്യുക. അതായത് ഡി, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ a2 - a1. a2 എന്ന് പറയുന്നത് 4 ആണ്. എന്നിട്ട് ഈ മൈനസ് അതുപോലെ ഇട്ടു. മൈനസ് a1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ആ -1 അങ്ങനെ ഇട്ടു. നമ്മുടെ ഇക്വേഷനുള്ള മൈനസ് അതുപോലെ ഇട്ടു. പിന്നെ നമ്പറിൽ വരുന്ന മൈനസ് അതുപോലെ ഇട്ടു. അപ്പോൾ 2 മൈനസ് എടുത്തെടുത്ത് വന്നു. 4 -1 എന്ന് വന്നു. അപ്പോൾ 4 + 1 എന്ന് എടുക്കും, 5. അപ്പോൾ 5 നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ 5 ആൻസർ. ഇങ്ങനെ നമ്മൾ 1 വേർഡ് ആണെങ്കിലും സൈഡിൽ ചെയ്ത് നോക്കി തന്നെ ആൻസർ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് എടുത്തെഴുതാൻ പറ്റുള്ളൂ. 1 വേർഡ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കണം.